എന്തിനാണ് ഈ ഭാര്യമാരെ കുറ്റം പറയുന്നത്? നല്ലതല്ലേ ഭാര്യമാര്? കല്യാണം കഴിക്കണം, കല്യാണം കഴിച്ചാലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതൊന്നും പറഞ്ഞു എന്റെ ഭാര്യയാണെങ്കിൽ മഹാവെടക്കാണ്. ഞാൻ എപ്പോഴും ആലോചിക്കും കല്യാണം കഴിക്കണ്ടായിരുന്നു. അച്ഛൻ അങ്ങനെ പറയല്ലേ. ഏതൊരു പുരുഷന്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ട്. കല്യാണം കഴിച്ചതിന് ശേഷമല്ലേ കൊളംബസ് അമേരിക്ക വരെ കണ്ടുപിടിച്ചത്? ആര് കണ്ടുപിടിച്ച്? കൊളംബസ് അമേരിക്ക വരെ കണ്ടുപിടിച്ചത്. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചെന്നല്ല, വീട്ടിൽ ഇരുന്ന് ഭ്രാന്ത് പിടിച്ചിട്ട് അങ്ങനെ വെറുതെ വെളിയിലോട്ട് ഇറങ്ങിയതാ. ഏതാ കാട്ടിൽ ചെന്ന് കയറി അങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു ആ മരിക്കാന്ന്. അവസാനം അത് അമേരിക്കയായി. അതാ സംഭവം. അയ്യോ തമാശ സത്യം പറയാ ഇവ ഇടയ്ക്കിടയ്ക്കോ കോമഡി പറയും. നമ്മളങ്ങ് റിലാക്സ് ആവും. എന്തുവാണ് നമ്മുടെ പിലാത്തോസ് ആ വന്നിട്ടില്ല. ഇനിയിപ്പോ പിലോത്തോസ് ആര് ഒന്നുകൊണ്ടും പേടിക്കണ്ട. പിലാത്തോസ് ഞാനങ്ങ് ചെയ്യാം. എന്താ പിലാത്തോസ് ഞാനങ്ങ് ചെയ്യാം. നിനക്ക് ഡയലോഗ് അറിയാമോ? പിന്നെ ഇതിനകത്ത് എല്ലാരും എല്ലാം അറിഞ്ഞിട്ടല്ലേ നിൽക്കുന്നത്. ശരിയാണല്ലേ. അപ്പൊ ആർക്കും ഡയലോഗ് ഒന്നും അറിഞ്ഞൂടെ? ഡയലോഗ് അറിഞ്ഞൂടെ? അറിഞ്ഞൂടെ? എടാ എന്ത് കഷ്ടപ്പെടാ. ഞാൻ എത്ര ദിവസം ക്യാമ്പ് ഇട്ടടായി നാടകം സെറ്റ് ചെയ്തത്. ഡയലോഗ് അറിഞ്ഞൂടെ മാർക്ക്? എടാ ആശാനൊന്നും വേണ്ട. എടാ എത്ര ദിവസം ആശാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഫുഡും വെള്ളവും എല്ലാം നമുക്ക് തന്നില്ലേ? എല്ലാം മേടിച്ചു കൊടുത്തു. ഭക്ഷണം എല്ലാ കാര്യങ്ങളും തന്നില്ലേ? ഡയലോഗ് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്കാണ്. ആശാനും അറിഞ്ഞൂടി ഇല്ല. അയ്യോ ഇപ്പൊ പിന്നെ ഇതെങ്ങനെ കളിക്കും? ഇതിപ്പോ പിലാത്തോസ് ആര് കളിക്കുമെന്ന് പറ. പിലാത്തോസ് ഞാൻ ചെയ്യാം. നീ പിലാത്തോസ് ഉണ്ടാക്കണ്ട. നീ കഴിഞ്ഞ പ്രാവശ്യം ഷെഫീക്ക് വന്നില്ലല്ലോ, അന്ന് നീയല്ലേ പിലാത്തോസ് കളിച്ചത്. ഈ പിലാത്തോസ് യേശുവിനെ ക്രൂശിൽ തറയ്ക്കാനായിട്ട് വിധിച്ചിട്ട് ഈ പാവക്ര മാറാൻ വേണ്ടി കൈ കഴുകും. നീ കൈ കഴുകിയോ? സമയത്തിന് വെള്ളം കൊണ്ടുവരണം സുഹൃത്തെ. വെള്ളം ഇല്ലെന്ന് വെച്ച് ഏത് പിലാത്തോസ് ആടാ ടിഷ്യൂ പേപ്പർ വെച്ച് കൈ ഉടയ്ക്കുന്നത്? പാവക്കറ മാറിയാ പോരെ. പാവക്കറ നിന്നെ നാടക സമിതി കയറ്റാൻ കൊള്ളത്തില്ല. എന്താ ഞാൻ എന്തോ ചെയ്തു? നീ സ്ത്രീകളെടുത്ത് മോശമായിട്ട് പെരുമാറുന്നു. ഞാൻ ഒരു കുറ്റവും ചെയ്തില്ല. ആര് പറഞ്ഞു? ഞാൻ ആ പച്ചക്കറി വിൽക്കുന്ന നേരെ ചന്തയിൽ ചെന്ന് പച്ചക്കറി വിൽക്കുന്ന ചേച്ചിയെടുത്ത് ചോദിച്ച് കോവയ്ക്ക വരവുണ്ടോന്ന്. അവര് കേട്ടത് ഗോവയ്ക്ക് വരുന്നുണ്ടോന്ന്. അടിന്ന് പറഞ്ഞ പുഷ്കരാടി ആ ചെവി പൊത്തിയാ കടി.